ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പോഴത്തെ എല്ലാ മേഖലയിലും, അത് ഡിസൈൻ മേഖല മാത്രമല്ല എല്ലാ മേഖലയിലും ഇപ്പോൾ വളരെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡിസൈൻ ഇൻഡസ്ട്രിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുടെ വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് നമ്മുടെ ഒരു ഡിസൈൻ ഐഡിയ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ്റെയോ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൻ്റെയോ എന്തെങ്കിലും ഒരു ഐഡിയ എന്ന് പറയുന്നത് ഒരു പേപ്പറിനകത്ത് നമ്മുടെ പേനയുടെയോ പെൻസിലിൻ്റെയോ സഹായത്തോടു കൂടി ഒന്ന് വരച്ചെടുത്തു കഴിഞ്ഞാൽ ആ വരയെ ഒറിജിനൽ ഡിസൈൻ ആയിട്ട് കൺവേർട്ട് ചെയ്ത് തരാൻ പറ്റുന്ന അതിമനോഹരമായ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു വെബ്സൈറ്റാണ് നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത്. ഇത് ഡിസൈനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും നോൺ ഡിസൈനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു വെബ്സൈറ്റിലേക്ക് പോകാം. uxuimania.io എന്ന് പറയുന്നൊരു വെബ്സൈറ്റാണിത്. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാകും. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഡിസൈൻസുകൾ, നമുക്കറിയാം എല്ലാവർക്കും മൊബൈൽ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ വെബ്സൈറ്റോ എന്ന് പറയുന്നത് സ്വന്തമായിട്ട് സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടു കൂടി ചെയ്യാൻ അറിയണമെന്നില്ല. പക്ഷേ പല ആൾക്കാർക്കും, എസ്പെഷ്യലി UX ചെയ്യുന്ന ആൾക്കാർക്ക്, യൂസർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ ആശയം, അതെങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് ഒരുപാട് നല്ല ഐഡിയാസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഐഡിയകളെ അവർക്ക് ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായം ഇല്ലാതെ തന്നെ അവരുടെ സ്വന്തം പേപ്പറിൽ ജസ്റ്റ് സ്ക്രിബിൾ ചെയ്തെടുക്കുക, ജസ്റ്റ് വരച്ചെടുക്കുക. വരച്ചതിന് ശേഷം അത് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൻ്റെ സഹായത്തോടെ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആക്കി മാറ്റാം. ആ ഉണ്ടാകുന്ന ഡിസൈൻ പാറ്റേണിന് നിങ്ങൾക്ക് അതിൻ്റെ ഡെവലപ്മെൻറ്റ് സൈഡിൽ പിന്നീട് ഉപയോഗിക്കാനും കഴിയുന്ന ഒരു പോർട്ടലാണിത്. ഓക്കെ, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ ക്ലീൻ ആയിട്ടൊരു വെബ്സൈറ്റാണ്. ഇവിടെ ജോയിൻ ദ ബീറ്റ എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ആദ്യമായിട്ട് നമുക്കൊരു അക്കൗണ്ട് സൈനപ്പ് ചെയ്ത് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അക്കൗണ്ട് ഓപ്പൺ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് പോകാം. ഓക്കെ, നമുക്കിവിടെ ആദ്യം ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് ഇമെയിൽ ID കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഒരു പാസ്വേഡ് ഇതിനകത്ത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ ഇതിനകത്ത് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അക്കൗണ്ടിൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ആയി കഴിഞ്ഞു. ഓക്കെ, അതിന് ശേഷമായിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ഫസ്റ്റ് നെയിം എന്ന് പറയുന്നത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങളുടെ പൊസിഷൻ അവർ ചോദിക്കും. നിങ്ങൾ എന്താണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൊസിഷൻ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ UX ഡിസൈനർ എന്ന് കൊടുക്കുന്നു. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങളുടെ ഓർഗനൈസേഷൻ്റെ പേര് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ പേര് കൊടുക്കാം. ആ ടീം സൈസ് ചോദിക്കും. അതിൽ ഞാനിവിടെ 1 കൊടുക്കുന്നു. കമ്പനി ടൈപ്പ് കൊടുക്കുന്നു. അത് ജസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ കൊടുക്കാം. ഇത് ഞാനിപ്പോൾ ജസ്റ്റ് ഫ്രീലാൻസർ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ദെൻ നെക്സ്റ്റ് കൊടുക്കുന്നു. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ആരെങ്കിലും ഇതിനകത്ത് ഇൻവൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ അവരുടെ മെയിൽ ID കൊടുക്കാം. അതല്ലാത്ത പക്ഷേ ഇവിടുന്ന് സ്കിപ്പ് ചെയ്ത് നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റേജിൽ പോകാം. അപ്പോൾ അവർ ലൈറ്റ് ആയിട്ടുള്ളത് ഡാർക്ക് ആയിട്ടുള്ള ഒരു തീം ചോദിക്കും. ഞാനിവിടെ ജസ്റ്റ് ലൈറ്റ് എടുക്കുന്നു. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ 3 പ്ലാനുകൾ ഇവിടെ കാണിക്കും. അതിൽ $0, $12, $39. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഫ്രീ ആയിട്ടുള്ള ഒരു പ്ലാൻ തന്നെ എടുക്കാം. ഇവിടെ 3 എടുത്തു കഴിഞ്ഞുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ 2 ക്രിയേറ്റേഴ്സ് 3 പ്രോജക്ട്സ് 3 തീംസ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്രയും മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. 3 പ്രോജക്റ്റുകൾ. ഓക്കെ, അതിൽ കൂടുതൽ പ്രോജക്റ്റുകൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പെയ്ഡ് വെർഷനിലേക്ക് പോകണം. എനിവേ നമ്മളിപ്പോൾ ഇവിടെ $0 പ്ലാൻ എടുത്ത് സെലക്ട് പ്ലാൻ കൊടുക്കുന്നു. അപ്പോൾ സെലക്ട് പ്ലാൻ കൊടുത്തതിന് ശേഷം നമുക്കിവിടെ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ അവർ ഒരു പ്രത്യേക ഒരു ഡാഷ്ബോർഡിലേക്ക് അവർ റീഡയറക്റ്റ് ചെയ്യും. അത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അവിടെ വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു UI ആണ്. ഇവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് ന്യൂ പ്രോജക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രോജക്റ്റിൻ്റെ പേര് കൊടുക്കാം. ഞാനിപ്പം ചുമ്മാ ഒരു UX UI ടീച്ചിങ് അല്ലെങ്കിൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു പേര് കൊടുക്കുകയാണ്. അതെന്ന് പറയുന്നത് പബ്ലിക്, അതിൻ്റെ പ്രൈവസി എന്നുള്ളത് നമുക്ക് പ്രൈവറ്റ് ആക്കാം അല്ലെങ്കിൽ പബ്ലിക് ആക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ തീമിൻ്റെ പ്രോജക്റ്റിൻ്റെ തീം എങ്ങനെ വേണം എന്നുള്ളത് ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കാം. അത് മൊബൈൽ ആപ്ലിക്കേഷൻ ആണോ ഡെസ്ക്ടോപ്പ് ആണോ എന്നൊക്കെ ഉള്ളത് ഇവിടെ ചൂസ് ചെയ്യാം. ഞാനിവിടെ മൊബൈൽ സെലക്ട് ചെയ്ത് ക്രിയേറ്റ് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അവരുടെ ഒരു ഇൻ്റർഫേസിലേക്ക് നമ്മളെ റീഡയറക്റ്റ് ചെയ്യും. ഇതാണ് നമുക്ക് ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഇൻ്റർഫേസ്. ഓക്കെ, ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റിലായിട്ട് അപ്ലോഡ് വയർ ഫ്രെയിം എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം. അതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ തന്നെ കുറച്ച് സാമ്പിൾസുകൾ ഇവിടെ തരുന്നുണ്ട്. അതല്ലാത്ത പക്ഷം നിങ്ങൾ വരച്ചെടുത്തിട്ടുള്ള നിങ്ങളുടേതായിട്ടുള്ള സ്കെച്ച് നിങ്ങൾ ഇതിനകത്ത് സ്കാൻ ചെയ്ത് കയറ്റണം. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ആയതുകൊണ്ട് ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരു സാമ്പിൾ നമ്മൾ ഇവിടെ ചൂസ് ചെയ്ത് സെലക്ട് ചെയ്ത് അപ്ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കാണാം. ആ ഒരു ലൈൻ ഡ്രോയിങ് ഒരു ഇവിടെ നമ്മുടെ മൊബൈലിനകത്ത് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ അത് വന്നാൽ എങ്ങനെയായിരിക്കുമെന്ന് ആദ്യമേ കാണിക്കും. ഓക്കെ,
അതിനുശേഷം നിങ്ങൾ ഈ കാണുന്നത് പോലെയുള്ള ഈ ഒരു ലേഔട്ടിംഗ് സ്റ്റൈലിനെ അത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഈ കാണുന്ന രീതിയിലുള്ള ഒരു ലേഔട്ടിലേക്ക് അവർ ഓട്ടോ കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രോസസ്സ് ചെയ്തതിന് ശേഷം നമുക്ക് കാണാം അതിന് ആപ്റ്റായിട്ടുള്ള ഒരു ഡിസൈൻ, ഒരു മൊബൈലിൻ്റെ ഡിസൈൻ എന്നുള്ളത് അവർ സെൽഫായിട്ട് ക്രിയേറ്റ് ചെയ്ത് തരും. ഓക്കെ, നമ്മൾ ജസ്റ്റ് അപ്ലോഡ് ചെയ്തതേ ഉള്ളൂ, ദാണ്ടെ വന്നു കഴിഞ്ഞു. നമ്മൾ പറയുന്ന ആ ഒരു കൊടുത്ത സ്റ്റൈൽ എന്ന് പറയുന്നത് അതിന് ഓട്ടോമാറ്റിക്കായിട്ട് ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ ലോഗോ, അതിനൊരു ഇൻപുട്ട് ഫീൽഡ്, ഒരു 2 ഇമേജുകളുടെ ഏരിയ, കുറച്ച് ഒരു ഹെഡിങ്, പിന്നെ ഒരു കുറച്ച് ഡിസ്ക്രിപ്ഷൻ, പിന്നെ കുറച്ച് ഫോട്ടോസുകൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതായിരുന്നു അതിൻ്റെ ഒരു റഫ് ആയിട്ടുള്ള ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ കൊടുത്ത ഒരു വയർ ഫ്രെയിമിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സ്കെച്ചിങ്ങിൻ്റെ അതേപോലെയുള്ള രീതിയിൽ അവരൊരു ഡിസൈൻ പാറ്റേൺ ആയിട്ട് ഇതിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇവിടെ വന്നുകൊണ്ട് ഇത് ഓരോന്നും സെലക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ ടെക്സ്റ്റ് സ്റ്റൈൽ മാറ്റാം, ഇമേജുകൾ മാറ്റി കൊടുക്കാം. ഓരോന്നിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഒരു സോഫ്റ്റ്വെയർ, നമ്മുടെ ഡിസൈൻ സോഫ്റ്റ്വെയറിൽ ചെയ്യുന്നത് പോലെ തന്നെ ഇതിനകത്ത് സെലക്ട് ചെയ്തുകൊണ്ട് ഓരോന്ന് മാറ്റാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ ഓൾട്ടർ ചെയ്യാനുമുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, എല്ലാം നിങ്ങൾക്ക് ഇവിടെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാം. എല്ലാ ടൂൾസുകളും വളരെ ഈസി ആയിട്ടുള്ള സിമ്പിൾ ടൂളുകളാണ്. അതിന് നിങ്ങൾക്ക് ആവശ്യമുള്ള ചേഞ്ചസുകൾ എല്ലാം ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ഇവിടെ മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടുന്ന് റൈറ്റിലായിട്ട് പ്രിവ്യൂ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. പ്രിവ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചെയ്ത ഒരു ചേഞ്ചസ് അല്ലെങ്കിൽ ആ ഒരു ഡിസൈൻ എങ്ങനെയാണോ ഒരു മൊബൈൽ ആപ്ലിക്കേഷനിൽ കാണുന്നത് ആ രീതിയിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ അവർ കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ വരച്ച ആ ഒരു സ്കെച്ചിങ്ങിൻ്റെ സ്റ്റൈലിന് ആനുപാതികമായിട്ടുള്ള ഒരു പ്രൊഫഷണൽ ഡിസൈൻ പാറ്റേൺ ഓട്ടോമാറ്റിക്കായിട്ട് കോഡിൻ്റെ സഹായത്തോടു കൂടി നമുക്കിവിടെ അവർ ക്രിയേറ്റ് ചെയ്ത് തന്നു. ഇനി ഇതിനെ നമുക്ക് റൈറ്റിലായിട്ട് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കിട്ടുന്ന ഈ കോഡിനെ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് സൈഡിലോട്ട് പോയി ഇതിനാവശ്യമായിട്ടുള്ള പ്രോഗ്രാമിങ്ങിലൊക്കെ ചെയ്ത് നമുക്കിതിനെ ഒരു റിയൽ ആപ്ലിക്കേഷൻ ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഡിസൈൻ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്കും ഡിസൈൻ സാമ്പത്തികമായിട്ട് ഐഡിയ ഉള്ളവർക്ക് ഒരു പേപ്പറിൻ്റെ ഒരു പേനയുടെ സഹായത്തോടുകൂടി വളരെ ഈസി ആയിട്ട് ഒരു ക്വിക്കായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആശയങ്ങൾ പേപ്പറിൽ വരയ്ക്കാം. അതിനുശേഷം വളരെ ക്വിക്കായിട്ട് അതിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു വെബ് പോർട്ടലാണിത്. അപ്പോൾ ഇത് നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഒരു ഫ്രീ അക്കൗണ്ട് വെച്ച് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ കൂടി ഇത് ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുകൾ കിട്ടുമ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇത്തരത്തിലുള്ള അറിവുകൾ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്താൽ മാത്രമേ എല്ലാവർക്കും അതൊരു ഹെൽപ്ഫുള്ളായി മാറത്തുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ അറിവുകളും പുതിയ ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ഇൻഫർമേറ്റീവ് വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഗൈസ്.